ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കറിച്ചട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മുടെ മത്തി മുളകിട്ടത്. അതും നല്ല കൊടമ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ച് നല്ല സ്റ്റൈലാക്കി എടുത്തൊരു നമ്മുടെ മത്തി മുളകിട്ട ഐറ്റമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനലിലെ മറ്റ് വീഡിയോസും എല്ലാം നിങ്ങൾക്ക് വീണ്ടും വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബെൽ ബട്ടണൊക്കെ അമർത്തൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിവിടെ ഏകദേശം 1 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മളൊരു 1/2 കിലോ മത്തി എടുത്ത് കറി വെക്കും, ബാക്കിയുള്ള എടുത്ത് കുറച്ച് പൊരിച്ചടിക്കാനാണ് പ്ലാന്. അപ്പോൾ മത്തിയെല്ലാം നല്ലോണം അങ്ങ് കഴുകിയെടുക്കുക. കഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് വൃത്തിയാക്കിയ മത്തിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കല്ലുപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്യാണ്. കല്ലുപ്പൊക്കെ ഇട്ട് നല്ലോണം വെള്ളം ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മിച്ചമുള്ള വല്ല ചെകിളയോ എന്തെങ്കിലും വൃത്തിയാകും ബാക്കിയുണ്ടെങ്കിൽ ഈ കല്ലുപ്പ് അതിൻ്റെ പണി നോക്കിക്കോളും. അപ്പോൾ എപ്പോഴും പൊടിയിപ്പിടുന്നതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് കല്ലുപ്പിടാനാണ്. പ്രത്യേകിച്ച് മീൻ, നമ്മുടെ ഇറച്ചി വിഭവങ്ങൾ എല്ലാത്തിലും നമ്മൾ കല്ലുപ്പിടുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹാഫ് പോർഷനാണ് ഇപ്പോൾ മാറ്റി നമ്മൾ കറിക്ക് വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കറി വെക്കാനാണെങ്കിലോ പൊരിക്കാൻ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ മീനിന് വരടണം. മീനാണോ നമ്മൾ വരട്ടിരിക്കും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് നല്ലോണം മസാല ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മുളകോ എന്ത് പൊടികൾ നമ്മൾ ഇട്ടാലും അത് റെഡി ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കാം. നമ്മൾ അവിടെ മത്തി എടുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഒരു 10-30 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. നമ്മളത് ഒരു 4-5 പീസാക്കി ഓരോ ചുവന്നുള്ളിയും കീറി വെച്ചിട്ടുണ്ട് നീളത്തിൽ. അതുപോലെ നമ്മൾ ബാക്കി, അതായത് ചുവന്നുള്ളിയാണ് ഇവിടെ ഞങ്ങൾ സവോളയ്ക്ക് വരെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൂടുതൽ ചുവന്നുള്ളി എടുത്തിരിക്കുന്നത്. നമുക്ക് സവോള വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ എന്താ ടേസ്റ്റ് കൂടുതൽ എപ്പോഴും ചുവന്നുള്ളി കൂടുതൽ ഇടുമ്പോഴാണ്. അതുപോലെ നമ്മൾ മറ്റുള്ള ചേരുവയാണ്. നമ്മൾ 2 അല്ലി കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൊടമ്പുളി ഞാൻ കാണിച്ചു തരാം. 2 കഷ്ണം കൊടമ്പുളി എടുത്തിട്ടുണ്ട്. അത് ആ കറുത്ത പ്രതലത്തിലായത് കാരണം കാണാത്തതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതാണ് ഒരു 10 വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചിട്ടോ എങ്ങനെയാ വെച്ച് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. നമുക്ക് ചോറുണ്ണുന്നതിന് മുന്നേയായിട്ട് ഈ മീൻ പൊരിക്കുകയും ചെയ്യണം, കറിയും വെക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് കടക്കാം അല്ലേ ഉണ്ടാക്കുന്നതിലേക്ക്. ചട്ടി ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. ചട്ടിയിൽ നിന്നൊക്കെ പുക വരുന്നുണ്ട്. ചട്ടി നല്ലോണം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഈ മത്തി മുളകിട്ടത്, അങ്ങനെ മുളകിടുന്ന പരിപാടിയൊക്കെ നമ്മുടെ ചട്ടിയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും, എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ഉലുവ ആഡ് ചെയ്യുക. ഉലുവ മെല്ലെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. തീ മെല്ലെ കുറച്ചു കൊടുക്കാം. ഉലുവ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കടുക് ആഡ് ചെയ്യാം. കടുക് ഈ പറഞ്ഞതുപോലെ ഒരു 1/2 ടീസ്പൂണ് കടുക് ആഡ് ചെയ്യാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചെറിയുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ല പുകയൊക്കെ വരുന്നുണ്ട്, ചട്ടി ആയത് കാരണമാണ്. നമുക്കിത് ചെറിയുള്ളിക്ക് പകരം സവോള ആഡ് ചെയ്യാം കേട്ടോ. സവോളയാണെങ്കിൽ ഇതിപ്പോൾ ഒരു 2 സവോളയിൽ കാര്യം കഴിഞ്ഞ് കിട്ടും. പക്ഷെ എപ്പോഴും ടേസ്റ്റ് നമ്മുടെ ചെറിയുള്ളിക്കാണ്. ഈ മെല്ലെ ചുവന്നുള്ളിയൊക്കെ നമുക്കങ്ങ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ചുവന്നുള്ളി നന്നായിട്ട് അങ്ങ് വഴന്ന് വരണം. അപ്പോൾ ഒരു മണം അടിക്കും. ആ മണം അടിക്കുമ്പോൾ വേണം നമ്മൾ അടുത്ത പരിപാടി ചെയ്തു തുടങ്ങാൻ. ഈ ഒരു മത്തിക്കറിക്ക് നമ്മുടെ ഏകദേശം ഒരു കോഴിക്കോടൻ ടച്ചൊക്കെ ഉണ്ടാവും. അവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സവോളയാണ് കൂടുതൽ ഇടാറ്. ഇവിടെ ഞങ്ങൾ ചുവന്നുള്ളിയാണ് പരീക്ഷിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം.
ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ചുവന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടൈപ്പ് മസാലപ്പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇതിൽ തന്നെ മുളക് പൊടി നമ്മളൊരു 2 ടൈപ്പ് മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ സാധാ മുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ കറിക്ക് ആകെ ഒരു തീ കളർ വരും. അതാണ് അതിന്റെ ഒരു ഭംഗി. അപ്പൊ നമ്മൾ 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി. അപ്പൊ നമ്മുടെ മസാലകളൊക്കെ റെഡി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് പുരട്ടി കൊടുക്കാം. നമ്മളിവിടെ ഏകദേശം എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ മത്തിക്കും താഴെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനുള്ള മസാലക്കൂട്ടാണ് ഇപ്പൊ പറഞ്ഞു തന്നിരിക്കുന്നത്. നല്ലൊരു മണം ഇപ്പൊ തന്നെ വരുന്നുണ്ട്, ഈ പൊടികളും നമ്മുടെ ചുവന്നുള്ളി വഴന്നതിന്റെയും എല്ലാം ആയിട്ട്. അപ്പൊ ഒരു കാര്യം നമുക്ക് എന്തായാലും ഉറപ്പിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കറിക്ക് എന്നുള്ള കാര്യം. അതേപോലെ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ, നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. ആദ്യം അരിഞ്ഞു വെച്ചപ്പോഴാണ് മറന്നുപോയത്. അപ്പൊ നമുക്ക് ഈ ഒരു നേരം ദൈവമേ ഇനി ഈ ഒരു നേരം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം ഇതിലേക്ക്. അത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വരണം. ചുമ വരുന്നു പുകയടിച്ച് കാരണം. തക്കാളിയും കൂടി ഒന്ന് വഴന്നു വന്നു കഴിയുമ്പോൾ, അതായത് തക്കാളിയൊക്കെ ഒന്ന് നന്നായി പതുങ്ങിയിട്ടുണ്ട്, ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ നേരം. ഇനി നമുക്ക് ഇതിലേക്ക് 2 കുടംപുളി ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ നല്ല ചോന്ന കളറിൽ വന്നിട്ടുണ്ട്. മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ആഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കറിയുടെ കളർ തന്നെ അങ്ങ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മത്തി ആഡ് ചെയ്ത് കൊടുക്കാം. മത്തി ഇനി വെള്ളത്തിൽ അങ്ങ് നന്നായി തിളച്ചു വരണം. കറിയുടെ കളറൊന്നും കണ്ടാലും പേടിക്കേണ്ട കാര്യമില്ല. ഈ കാശ്മീരി ചില്ലി ആഡ് ചെയ്തത് കൊണ്ടാണ് ഇത്ര ഒരു ചുവന്ന കളർ നമുക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല എരിവും പുളിയൊക്കെ ഉള്ള മീൻകറി തന്നെയാണ് കിട്ടാൻ പോകുന്നതും. മീൻകറി എന്ന് പറഞ്ഞാൽ തന്നെ അതിന് അത്യാവശ്യം നല്ല എരിവും പുളിയും വേണം. ഇതൊക്കെ നമുക്ക് ആ ചോറിലും കൂട്ടിയിട്ട് കഴിക്കണം. ഇതും 2 മീൻ വറുത്തതും കൂടി കൂട്ടിയിട്ട്. ഈ ഒരു നേരം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഞങ്ങൾ കല്ലുപ്പാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാകം പോലെ കല്ലുപ്പ് ആഡ് ചെയ്യാം. നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും മീൻകറി നമ്മൾ തവി ഇട്ട് ഇളക്കാൻ പാടില്ല. ചട്ടി മുഴുവനായിട്ട് കയ്യിലെടുത്തിട്ട് മെല്ലെ ഇളക്കി കൊടുക്കണം. അതിപ്പോ കാണിച്ചു തരാം, പറയുന്ന പോലെ 2 സൈഡിലും പിടിച്ചിട്ട് മെല്ലെ അങ്ങ് വട്ടത്തിൽ കറക്കി കൊടുക്കുക. ഒരിക്കലും തവിയിട്ട് ഇളക്കരുത്, അപ്പൊ മീൻ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും തിളയ്ക്കാൻ വേണ്ടി വെക്കുക. ഇനി ഈ കറി ഒന്ന് തിളച്ച് വറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, ഇതിന് മുകളിൽ കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അതോടുകൂടി നമ്മുടെ മത്തിക്കറി റെഡിയായി. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ അതിനെ തിളയ്ക്കാൻ വിടണം. ഇപ്പൊ നമ്മുടെ കറിച്ചട്ടിയിൽ അടിപൊളി മീൻ മുളകിട്ടത് റെഡിയായി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് തീയെല്ലാം ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിന്റെ മുകളിൽ കൂടെ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ചുമ്മാ അങ്ങ് തളിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ധൈര്യമായിട്ട് കഴിക്കാം ചോറിന്റെ കൂടെ. അപ്പൊ നമ്മുടെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം, നല്ല മസാലയൊക്കെ പിടിച്ച് കണ്ടില്ല, നല്ല ചോന്ന നിറത്തില് മത്തി മുളകിട്ടത്. പാരലൽ ഇവിടെ ഞങ്ങൾ മീൻ പൊരിക്കാനും ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ചോറ് നല്ല കുശാലായിരിക്കും. നല്ല മീൻകറിയും മീൻ പൊരിച്ചതും കൂട്ടി നമുക്ക് കഴിക്കാട്ടാ. അപ്പൊ ഇനി നമുക്ക് കഴിക്കല്ലേ. അധികൊടയാണ്ടിതാ ഞാൻ നമ്മുടെ മീൻകറിയെല്ലാം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല, നല്ല ചോന്ന മീൻകറിയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്.
നല്ല ചാറൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം. ഈ ചാറൊക്കെ പറഞ്ഞതുപോലെ എടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ അങ്ങ് മുറ്റിച്ചു കൊടുക്കുക. ഇതെന്തല്ലേ വെറുതെ കഴിക്കാൻ പാടില്ല. ഇതിലേക്ക് നമുക്ക് 2-3 മീൻ പൊരിച്ചതും കൂടി നല്ല മത്തി ഇട്ടിട്ട് വേണം കഴിക്കാൻ. നല്ല ചൂടെല്ലാം പറക്കുന്നുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല എരിവും കൂടിയൊക്കെ നല്ല പാകാണ് കേട്ടോ. ഈ മലയാളിക്ക് പൊറോട്ടയും ബീഫൊക്കെ വികാരാന്ന് പറയുന്നത് പോലെ തന്നെയാണ് നല്ല തൂവെള്ള ചോറില് ഈ മത്തി മുളകിട്ടതും മത്തി പൊരിച്ചതും കൂട്ടിയിട്ട് നമ്മൾ കഴിക്കണം. അടിപൊളി മത്തി മുളകിട്ടതാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു വടക്ക് ഭാഗത്തേക്കാണ് കൂടുതൽ ഇത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മത്തിക്കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ കറിച്ചട്ടി ചാനലിൽ ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വിഭവങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.